നമ്മുടെ ബ്രെയിൻ പോപ്കോൺ പോലെയാണോ? ശരിക്കും പറഞ്ഞാൽ അല്ല. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും ഈ മെഷീനിലിട്ടിട്ട് ഇങ്ങനെ പോപ്കോൺ കർണൽസ് ഇങ്ങനെ പൊട്ടി കിടക്കില്ലേ, അതുപോലെ ബ്രെയിൻ ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് ഒരു തോട്ടിൽ നിന്ന് അടുത്ത തോട്ടിലേക്ക് ഇങ്ങനെ ചാടി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെയാണ് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇതൊരു ക്ലിനിക്കലി റെക്കഗ്നൈസ്ഡ് ഡയഗ്നോസിസ് അല്ല, പക്ഷേ ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ ഡിജിറ്റൽ എറയിൽ നമ്മുടെ ഡിവൈസസ് എപ്പോഴും കണക്റ്റഡ് ആണ്. നോട്ടിഫിക്കേഷൻസ്, ഷോർട്സ്, റീൽസ്, കുഞ്ഞു കണ്ടൻറ്റാണ്. ആ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദാറ്റ് ഗിവ്സ് a dopamine high. Our social media today is constructed in a way that you are hooked to it. ഈ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന് പറയില്ലേ, ഒരു 15 സെക്കൻഡ് കൂടുന്തോറും നമ്മൾ റീൽ ഇങ്ങനെ മാറ്റി പോവുകയാണ്. ആൻഡ് ദിസ് ഡോപ്പമൈൻ ഹൈ ക്യാൻ ബി വെരി അഡിക്റ്റീവ്. നമ്മുടെ ബ്രെയിനിനെ ഇത് റീവയർ ചെയ്യുന്നുണ്ട്. അതായത് പണ്ടൊരു 2 മണിക്കൂർ സിനിമയൊക്കെ നമുക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 20 മിനിറ്റ് എപ്പിസോഡ് കണ്ടാലായി അതിനിടയിൽ തന്നെ നമ്മൾ 2 വട്ടം ഫോൺ എടുക്കും. അതായത് ലോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സ്റ്റഡി തിങ്കിങ് അല്ലെങ്കിൽ സ്ലോ തിങ്കിങ് വരേണ്ട കാര്യങ്ങൾ, ബോറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനിപ്പോൾ നമുക്ക് സമാധാനമില്ല. വി കാൺ ബി കാം ഫോർ എ വെരി ലോങ് ടൈം. അപ്പോൾ മൾട്ടി ടാസ്കിങ് ഒരു സൂപ്പർ പവറായിട്ട് പലരും പറയും. ഞാൻ TV കണ്ടുകൊണ്ട് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വിളിക്കും. ഇത് പലപ്പോഴും ഒരു സിംഗിൾ ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇതൊരു എബിലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഓൾവേസ്. അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രോമിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ്. ഒരുപാട് അറ്റൻഷൻ വേണ്ട ആക്ടിവിറ്റീസ്, ഫോക്കസ് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെ വരും. കോൺസെൻട്രേഷൻ കുറയും. നെറ്റ് കവറേജ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുമ്പോഴത്തേക്കും ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വരിക. എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ആക്റ്റീവായിട്ടിരിക്കണം, നോട്ടിഫിക്കേഷൻസ് കണ്ടുകൊണ്ടിരിക്കണം, ഒന്നും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി തോന്നുകയാണെങ്കിൽ this could be the beginning of popcorn brain syndrome. And if you ever get to this point, please take help.